നമസ്കാരം. മീനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യഥാർത്ഥത്തിൽ സമ്പന്നരാകാത്തതിൻ്റെ കാരണം ശരിക്ക് ലോകത്തിൽ 90% ആൾക്കാരും സമ്പാദ്യത്തെക്കുറിച്ചോ സമ്പന്നരാകാനോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യം. ആഗ്രഹിക്കുന്നേ ഇല്ല. അങ്ങനെയും ജീവിച്ചു പോകണമെന്നില്ല ഒരു ചിന്താഗതിയുള്ളൂ. ശരിക്കും ഈ സമ്പന്നരാകാത്തതിൻ്റെ മെയിൻ കാരണം നമ്മളുടെ സ്കൂൾ പഠനകാലത്ത് എവിടെയും തന്നെ ഫിനാൻസ് എഡ്യൂക്കേഷൻ എന്ന സിസ്റ്റം എവിടെയും ഇല്ല. പണക്കാരനാകാൻ പഠിപ്പിക്കുന്നില്ല. ശരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം സമ്പാദ്യം അല്ല സമ്പത്തുള്ളവനായി മാറാന്നില്ല. സമ്പത്തുള്ളവനാകാനുള്ള ആഗ്രഹവും പഠിപ്പിക്കുന്നില്ല, ഫിനാൻസ് എഡ്യൂക്കേഷനെ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ ലോകത്തിലെ എല്ലാവരും സമ്പന്നരാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരാകുന്നത് അവർ ആഗ്രഹിക്കുന്ന കോടീശ്വരനാകണം. 90% ആൾക്കാരും കോടീശ്വരനോ ആകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോയാൽ മതി എന്നുള്ളതാണ് ഒരു ചിന്താഗതി. എല്ലാവരും ആഗ്രഹിച്ചാൽ മാത്രമേ, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ എത്താൻ സാധിക്കൂ. അതിന് ഫിനാൻസ് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. അതിൽ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതാണ് ശരിക്കും ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. നമ്മൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ 40% നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു മാസത്തിൽ ഒരു തുക, ആ തുക നമ്മൾ ജീവിതത്തിൽ മാറ്റി വെക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കടബാധ്യത ഏറ്റെടുക്കുന്ന, നമ്മൾക്ക് അടക്കാൻ പറ്റുന്ന തുകയാണോ അതിന് പറ്റുന്ന അളവിലുള്ള കടബാധ്യത കേൾക്കണം. ഇല്ലെങ്കിൽ വിഷമങ്ങൾ വരും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇൻഷുറൻസ് പോലത്തെ കാര്യങ്ങൾ, അത് നല്ല നല്ല ഇൻഷുറൻസ് കമ്പനികളുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലത്തെ ഇൻഷുറൻസ് എന്തെങ്കിലും നാളെ പറ്റി പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇൻഷുറൻസ് പോലത്തെ സംഗതികൾ നമ്മൾ എടുത്തു വെക്കണം. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയുണ്ടെങ്കിൽ നല്ല 6 മാസം കൊണ്ട് ഡബിളാക്കി തരുന്ന അങ്ങനത്തെ ഒരുപാട് പദ്ധതികളുണ്ടാവും. പക്ഷെ അതിലൊന്നും പോയി പെടാതെ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ സമ്പന്നനായി മാറാൻ സാധിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.